1914 ലോകം കണ്ട ആദ്യത്തെ ആഗോള യുദ്ധം ആരംഭിച്ച വർഷം എന്നാണ് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഹിറ്റ്ലറും ചർച്ചിലും ജനിക്കുന്നതിന് എത്രയോ മുമ്പ്, ആധുനിക യുദ്ധങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് 5 വൻകരകളെ ഒരേ സമയം വിഴുങ്ങിയ ഒരു യഥാർത്ഥ മലോഹമഹായുദ്ധം ഇവിടെ നടന്നിരുന്നു. ഒരു വശത്ത് ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം, മറുവശത്ത് അവരെ തടയാൻ ഉറച്ച ഫ്രഞ്ച് സാമ്രാജ്യം. ഇവർ തമ്മിൽ 1756 ആരംഭിച്ച 7.5 വർഷ യുദ്ധം വെറുമൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. അത് ഭൂമിയുടെ നിയന്ത്രണം ആരുടെ കൈകളിൽ ഇരിക്കണമെന്ന് തീരുമാനിച്ച പോരാട്ടമായിരുന്നു. ഈ യുദ്ധം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്ക എന്നൊരു രാജ്യം ഉണ്ടാകുമായിരുന്നില്ല. കാനഡക്കാർ ഇന്ന് ഇംഗ്ലീഷിന് പകരം ഫ്രഞ്ച് സംസാരിക്കുമായിരുന്നു. ഏറ്റവും പ്രധാനമായി ഇന്ത്യ അടുത്ത 200 വർഷം ബ്രിട്ടീഷുകാരുടെ കോളനി ആകുമായിരുന്നില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ആഗോള ക്രമത്തിന്റെ വിത്ത് പാകിയത് ഈ യുദ്ധമാണ്. ചരിത്രകാരന്മാർ പോലും ഭയത്തോടെ നോക്കിക്കാണുന്ന ആ യഥാർത്ഥ 1-ാം ലോക യുദ്ധത്തെക്കുറിച്ചാണ്. ഈ യുദ്ധം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1750കളിലെ യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യം അറിയണം. അന്ന് യൂറോപ്പിൽ 2 വലിയ തർക്കങ്ങൾ ഒരേ സമയം പുകയുന്നുണ്ടായിരുന്നു. ഒന്ന്, വടക്ക് അമേരിക്കയിലെയും ഇന്ത്യയിലെയും കോളനികൾക്ക് വേണ്ടിയുള്ള ബ്രിട്ടൻ ഫ്രാൻസ് മത്സരം. 2, യൂറോപ്പിൻ്റെ ഉള്ളിലെ സിലേഷ്യ എന്ന സമ്പന്നമായ പ്രദേശം കൈക്കലാക്കാൻ വേണ്ടി ഓസ്ട്രിയയും പ്രേഷ്യയും, ഇന്നത്തെ ജർമ്മനിയുടെ ഒരു ഭാഗം, തമ്മിലുള്ള തർക്കം. ഇവിടെയാണ് ചരിത്രത്തിൽ ഡിപ്ലോമാറ്റിക് റെവല്യൂഷൻ അല്ലെങ്കിൽ നയതന്ത്ര അട്ടിമറി നടക്കുന്നത്. നൂറ്റാണ്ടുകളായി ശത്രുക്കളായിരുന്ന ഫ്രാൻസും ഓസ്ട്രിയയും ബ്രിട്ടനെതിരെ ഒന്നിച്ചു. ഇതിനെ ചെറുക്കാൻ ബ്രിട്ടൻ പ്രേഷ്യയുമായി സഖ്യമുണ്ടാക്കി. 2 ചേരികളായി തിരിഞ്ഞാണ് ഈ യുദ്ധം നടന്നത്. പ്രധാനമായി 2 ചേരികളായി തിരിഞ്ഞു ലോകം. ഒന്ന്, ബ്രിട്ടീഷ് സഖ്യത്തിൽപ്പെട്ടത് ഗ്രേറ്റ് ബ്രിട്ടൻ, പ്രേഷ്യ, ഹനോവർ, പോർച്ചുഗൽ. ഫ്രഞ്ച് സഖ്യത്തിൽപ്പെട്ടത് ഫ്രാൻസ്, ഓസ്ട്രിയ, റഷ്യൻ സാമ്രാജ്യം, സ്പെയിൻ, സ്വീഡൻ. അങ്ങനെ യൂറോപ്പിലെ വൻശക്തികളെല്ലാം 2 ചേരികളായി തിരിഞ്ഞു. 1756 മെയ് മാസത്തിൽ ബ്രിട്ടൻ ഫ്രാൻസിനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചതോടെ ഭൂഗോളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലിന് തുടക്കമായി. ഈ യുദ്ധം പ്രധാനമായി 5 ഭൂഖണ്ഡങ്ങളെയും ബാധിച്ചു. ഓരോ രാജ്യത്തും വ്യത്യസ്ത സഖ്യങ്ങളായിട്ടാണ് പോരാടിയത്. യൂറോപ്പിൽ യുദ്ധം നയിച്ചത് പ്രധാനമായി ഫെഡറിക് ദ ഗ്രേറ്റ് എന്ന പ്രേഷ്യയിലെ രാജാവായിരുന്നു. ഓസ്ട്രിയയും ഫ്രാൻസും റഷ്യയും ഒരേ സമയം പ്രേഷ്യയെ 4 ഭാഗത്ത് നിന്ന് വളഞ്ഞു. ചരിത്രത്തിൽ ഏറ്റവും മികച്ച സൈനിക തന്ത്രജ്ഞനായ ഫെഡറിക് ബ്രിട്ടന്റെ സാമ്പത്തിക സഹായത്തോടെ അവരെയെല്ലാം അതിശക്തമായി നേരിട്ടു. ചോര പുഴകൾ ഒഴുക്കിയ വലിയ കരയുദ്ധങ്ങളാണ് യൂറോപ്പിൽ നടന്നത്. ഈ യുദ്ധത്തിൽ ഫ്രാൻസ് സഖ്യത്തെ പൂർണ്ണമായി പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രേഷ്യ ബ്രിട്ടൻ സഖ്യം വിജയം നേടി. അമേരിക്കയിലെ കാനഡയുടെയും മിസിസിപ്പി നദീതടങ്ങളുടെയും നിയന്ത്രണത്തിന് വേണ്ടിയായിരുന്നു പോരാട്ടം. ഇവിടെ യുദ്ധം നടന്നത് വനങ്ങളിലായിരുന്നു. യൂറോപ്യൻ സൈനികർക്ക് അവിടുത്തെ ഭൂപ്രകൃതി പരിചയമില്ലാത്തതിനാൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും അവിടുത്തെ തദ്ദേശീയരായ റെഡ് ഇന്ത്യൻ ഗോത്രവർഗ്ഗക്കാരെയാണ് തങ്ങളുടെ കൂടെ കൂട്ടി. വനങ്ങളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ക്രൂരമായ ഒളിപ്പോരായിരുന്നു ഇവിടെ നടന്നത്. 3, ഇന്ത്യയിൽ. നമ്മെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടെ നടന്നതാണ്. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം തകർന്നു കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഈ അവസരം മുതലെടുത്ത് അധികാരം സ്ഥാപിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ തെക്കേ ഇന്ത്യയിൽ അതിശക്തമായ യുദ്ധം നടന്നു. ഇതാണ് 3-ാം കർണാട്ടിക് യുദ്ധം. ഇതിൻ്റെ ഒപ്പമാണ് 1757 ബംഗാളിൽ പ്ലാസി യുദ്ധം നടന്നത്. റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഫ്രഞ്ച് സഹായത്തോടെ മത്സരിച്ച ബംഗാൾ നവാബായ സിറാജുദ്ദൗൻ ദാരിയെ ചതിയിലൂടെ പരാജയപ്പെടുത്തി. 1761 ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രമായ പോണ്ടിച്ചേരി കൂടി ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയതോടെ ഇന്ത്യയിൽ ഫ്രാൻസിന്റെ അന്ത്യം കുറിച്ചു. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ 1762 സ്പെയിൻ ഫ്രാൻസിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുത്തു. ഇതോടെ സ്പെയിനിന്റെ കോളനിയായിരുന്ന ഫിലിപ്പീൻസിനെ ബ്രിട്ടൻ ലക്ഷ്യമിട്ടു. ഇന്ത്യയിലെ മദ്രാസിൽ നിന്ന് പുറപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും റോയൽ നേവിയും ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനില ആക്രമിച്ചു. ബാറ്റിൽ ഓഫ് മനില വഴി ബ്രിട്ടൻ ഫിലിപ്പീൻസിന്റെ ഭരണം പിടിച്ചെടുത്തു. പിന്നീട് പാരീസ് ഉടമ്പടിക്ക് ശേഷമാണ് ഇത് സ്പെയിനിന് തിരികെ നൽകിയത്. ഏഷ്യയിൽ ഇന്ത്യക്ക് പുറമെ മറ്റൊരു വലിയ പോരാട്ടം നടന്നത് ഇവിടെയായിരുന്നു. സൗത്ത് അമേരിക്കയിലെ സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും കോളനികൾ തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. ബ്രിട്ടൻ സഖ്യകക്ഷിയായിരുന്നു പോർച്ചുഗൽ. ഇന്നത്തെ ഉറൂഗ്വ, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളായ റിയോ ഡി ലോ പ്ലേറ്റ മേഖല പിടിച്ചടക്കാൻ സ്പാനിഷ് സൈന്യവും പോർച്ചുഗീസ് സൈന്യവും കടുത്ത യുദ്ധം നടത്തി. സ്പെയിൻ പോർച്ചുഗലിന്റെ പല കോട്ടകളും പിടിച്ചടക്കുകയും തെക്കേ അമേരിക്കയിൽ തങ്ങളുടെ അധികാരം ശക്തമാക്കുകയും ചെയ്തു. ആഫ്രിക്കയിലെ യുദ്ധം നടന്നത് അവിടുത്തെ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളെ കയറ്റി അയക്കുന്ന പ്രധാന വ്യാപാര തുറമുഖങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഇന്നത്തെ സെനഗൽ പ്രദേശം ഫ്രഞ്ച് കോളനികളെ ബ്രിട്ടീഷ് നാവികസേന ആക്രമിച്ചു. ചരിത്രത്തിൽ ഇത് ഗോറോ അട്ടിമറി എന്നും സെനഗൽ പിടിച്ചടക്കൽ എന്നും അറിയപ്പെടുന്നു.
ഫ്രാൻസിന് അമേരിക്കയിലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ ബ്രിട്ടന് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നു. ഈ യുദ്ധത്തിലൂടെ ഒരേ സമയം ഈ യുദ്ധം 5 വൻകരകളെ ഒരുപോലെ വിഴുങ്ങി. നീണ്ട 7 വർഷത്തെ യുദ്ധത്തിൽ ഒടുവിൽ ഇരുപക്ഷവും സാമ്പത്തികമായും സൈനികമായും തകർന്നു. ഒടുവിൽ 1763 ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയോടെ യുദ്ധത്തിന് അന്ത്യമായി. ഈ ഉടമ്പടി പ്രകാരം ഫ്രാൻസിന് വലിയ വില നൽകേണ്ടി വന്നു. വടക്കേ അമേരിക്കയിലെ തങ്ങളുടെ വലിയൊരു പങ്ക് പ്രദേശങ്ങളും കാനഡയും ഫ്രാൻസിന് ബ്രിട്ടന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇന്ത്യയിലെ തങ്ങളുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഇനിമേൽ സൈന്യത്തെ നിലനിർത്താൻ കഴിയില്ലെന്ന നിബന്ധന ഫ്രഞ്ചുകാർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇതോടെ ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ തകർച്ചയും ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉദയവും നടന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം പിറക്കുന്നത് ഇവിടെ നിന്നാണ്. ചരിത്രത്തിലെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ലോകത്തിൽ ഒരറ്റത്ത് നടക്കുന്ന ഒരു ചെറിയ സംഭവം മറ്റൊരിടത്ത് വലിയൊരു വിപ്ലവത്തിന് കാരണമാകുന്ന അവസ്ഥ. ഈ 7 വർഷം യുദ്ധം ഉണ്ടാക്കിയ ബട്ടർഫ്ലൈ ഇഫക്റ്റുകൾ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചെങ്കിലും അവരുടെ ഖജനാവ് പൂർണ്ണമായി കാലിയായിരുന്നു. ഈ കടം വീട്ടാൻ ബ്രിട്ടീഷ് രാജാവ് അമേരിക്കയിലെ തങ്ങളുടെ കോളനികളിലെ ജനങ്ങൾക്ക് മേൽ വൻതോതിൽ നികുതി ചുമത്തി. ഇതിൽ പ്രകോപിതരായ അമേരിക്കക്കാർ പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല എന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടനെതിരെ തിരിഞ്ഞു. ഇതാണ് 1775 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കും ഇന്നത്തെ സൂപ്പർ പവറായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ജനനത്തിലേക്കും നയിച്ചത്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരെ പൂർണ്ണമായി തുരത്തിയതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വെല്ലുവിളിക്കാൻ മറ്റൊരു വിദേശ ശക്തി ഇല്ലാതായി. പ്ലാസി യുദ്ധത്തിനു ശേഷം അവർ ബംഗാളിനെ കോളനിയാക്കി. അതുവഴി അവർ പിന്നീട് മൈസൂറും മറാഠയും പിടിച്ചടക്കി. പിന്നീട് ഇന്ത്യയെ മുഴുവൻ 200 വർഷം കോളനിയാക്കി ഭരിച്ചു. 1756 യൂറോപ്പിലെ രാജാക്കന്മാർ തമ്മിൽ തുടങ്ങിയ ഒരു തർക്കം. അത് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ഭൂപടം എങ്ങനെയാകുമായിരുന്നു? ഒരുപക്ഷെ ഇന്ത്യയെ ഭരിക്കുക ഫ്രഞ്ചുകാരായിരുന്നേനെ. അമേരിക്ക എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ചരിത്രം എന്നത് വെറും വർഷങ്ങളുടെയോ യുദ്ധങ്ങളുടെയോ കഥയല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിന്റെ അതിരുകളും ഭാഷകളും രാഷ്ട്രീയവും തീരുമാനിക്കപ്പെട്ടത് 1756 നടന്ന ആ 7 വർഷ യുദ്ധത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇതിനെ യഥാർത്ഥ 1-ാം ലോകമഹായുദ്ധം എന്ന് വിളിക്കുന്നത്. ഈ ചരിത്ര അറിവ് നിങ്ങൾക്കൊരു പുതിയ ദർശനം നൽകിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.